വയനാട് തലപ്പുഴയിലെ കടുവയുടെ CCTV ദൃശ്യങ്ങൾ വരികയാണ്. പാൽ സൊസൈറ്റിക്ക് സമീപമാണ് ശനിയാഴ്ച കടുവ എത്തിയത്. ഇവിടെ കണ്ട കാൽപ്പാടുകൾ കടുവയുടേത് ആണ് എന്ന നേരത്തെ വനം വകുപ്പിന്റെ സ്ഥിരീകരണം വന്നിരുന്നു. എം കമൽ വയനാട് നിന്ന് ചേരുന്നുണ്ട്. കമൽ, ഈ കടുവയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ? കൂടൊക്കെ സ്ഥാപിച്ചോ? ആര്യ, ഇതിലുള്ളൊരു വിഷയം നിലവിൽ അവിടെ വന്യമൃഗങ്ങളെ ഏതെങ്കിലും വളർത്തുമൃഗങ്ങളെ കടുവ പിടികൂടുകയോ മറ്റേതെങ്കിലും തരത്തിൽ അത്തരം സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കടുവയുടെ സാന്നിധ്യം കുറച്ചു ദിവസമായി നാട്ടുകാർ പറയുന്നുണ്ട്. കാൽപ്പാടുകൾ കണ്ടെത്തി ഇപ്പോഴിതാ CCTVയും വന്നിരിക്കുന്നു. പക്ഷേ ഈ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ പ്രോട്ടോകോൾ അനുസരിച്ച് മാത്രമേ കൂടുവെക്കാനും അല്ലെങ്കിൽ മയക്കുവെടി വെച്ച് പിടികൂടാനൊക്കെയുള്ള നടപടികൾ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അത്തരം നടപടികളിലേക്ക് വനംവകുപ്പ് കടന്നിട്ടില്ല. നിലവിൽ പട്രോളിംഗ് ഉണ്ട്, നിരീക്ഷണമുണ്ട്, അതുപോലെ ഇനി ക്യാമറകൾ സ്ഥാപിക്കുകയാണ് അടുത്തതായി ചെയ്യേണ്ടത്. പക്ഷേ എന്തായാലും ഈ വളർത്തുമൃഗങ്ങളെ ഏതെങ്കിലും തരത്തിൽ വേട്ടയാടുകയൊന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ കൂടുവെക്കുന്ന ഒരു നടപടിയിലേക്ക് വനംവകുപ്പ് ഇതുവരെ കടന്നിട്ടില്ല. പക്ഷേ CCTV കൂടി ദൃശ്യങ്ങൾ കൂടി വന്നതോടുകൂടി തന്നെ ആളുകൾക്ക് വലിയ തരത്തിലുള്ള ഭീതിയുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും അടുത്ത നടപടി